ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ SSC നടത്തുന്ന പരീക്ഷയിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് SSC CHSL. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കൂടുതലൊന്നും പറയാനൊന്നുമില്ല, ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താണോ CGL ആ പരീക്ഷ തന്നെയാണ് CHSL എന്ന് പറയുന്നത്. ആകെ വ്യത്യാസം അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പാറ്റേൺ 99.9% എക്സാം പാറ്റേൺ CGLൻ്റെ പാറ്റേൺ തന്നെയാണ്, സിലബസും അത് തന്നെയാണ്, എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ആ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് CGL നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ബാക്കിയുള്ള കംപ്ലീറ്റ് ഞാൻ CGLൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൊടുക്കുക. നിങ്ങൾ ആ ലിങ്ക് വഴി കയറിയിട്ട് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എക്സാം പാറ്റേൺ എന്താ, സിലബസ് എന്താ, എഡ്യൂക്കേഷൻ ക്വാളിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ നല്ല വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡേറ്റ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഒന്ന് 23-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു, ജൂലൈ 18 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾറെഡി നിങ്ങളൊരു വൺ ടൈം രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള CGL ലൈവ് ആണ്, CHSL ആണ്. എനിക്ക് സെലക്ഷൻ പോസ്റ്റ് ഇന്നോ നാളെ ആയിട്ട് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ആണ്, വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ പരീക്ഷ വരുന്ന ഡേറ്റ് നോക്കിയേ. ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 8 മുതൽ സെപ്റ്റംബർ 18 വരെയാണ്. അതായത് ഓഗസ്റ്റിലാണ് CGL പരീക്ഷ. CGL കഴിഞ്ഞ തൊട്ടടുത്ത മാസം തന്നെ വരുന്നതാണ് CHSL പരീക്ഷ. ഓക്കെ, പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആലോചിച്ച് കൺഫ്യൂഷൻ അടിക്കുന്ന ആളുകളുണ്ട്. അതായത് +2 യോഗ്യത മാത്രമല്ല, അങ്ങനത്തോട് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ CGLന് പഠിക്കുന്നത് അതേപോലെ തന്നെ എന്ത് പഠിക്കണം, നിങ്ങൾ CHSLനും പഠിക്കണം. അല്ലാതെ ഇത് +2 ലെവലാണ് അതുകൊണ്ട് വേറെ രീതിയിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ CGLന് പഠിക്കുന്ന ഒരാൾ പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, CHSLനും പഠിക്കണം. അല്ല CHSL പരീക്ഷ എന്ന് വെച്ചാൽ അതിന് വേറെ കോച്ചിങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സ്, CGLന് വേണ്ട ക്രാഷ് കോഴ്സ്, CGL CHSL തന്നെ പറയാം. CGL CHSL വേണ്ട ക്രാഷ് കോഴ്സ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 999 രൂപയുള്ളൂ. 40 ദിവസത്തെ ക്രാഷ് കോഴ്സാണ് കംപ്ലീറ്റ്. അതായത് പരമാവധി ഒരു 50 ഡേയ്സ് കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് എല്ലാ ടോപ്പിക്കും അത് കവർ ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് എങ്ങനെയാണ് ഈ പരീക്ഷ എന്ന് അറിഞ്ഞ് നോക്കാൻ നിങ്ങൾക്ക് ആ കോഴ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റിനെ പറ്റി ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ അതിൻ്റെ മെയിൻസ് പരീക്ഷ വരുന്നത് ഫെബ്രുവരി മാർച്ചാണ്. ഓക്കെ, നമുക്കറിയാം ഡിസംബറിലാണ് CGLൻ്റെ മെയിൻ പരീക്ഷ. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ചോടുകൂടി CHSLൻ്റെ വരും. ഓക്കെ, പിന്നെ ഇതിൽ വേറെ എന്താ കൂടുതൽ പറയാനുള്ളത്, അതൊക്കെ പോസ്റ്റുകൾ നോക്കാം. ഓക്കെ, പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലോവർ ഡിവിഷൻ ക്ലർക്ക്, LD ക്ലർക്ക് പോസ്റ്റുകളാണ്. പിന്നെ ഒന്ന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. പിന്നെ നോക്കിയേ, ഇതിൻ്റെ പേ ലെവലൊക്കെ നോക്കിയാൽ നിങ്ങൾ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ level 4 ജോബാണ്. അതായത് CGLൽ നമുക്കറിയാം ഏറ്റവും ലോവറായിട്ട് കിടക്കുന്ന പോസ്റ്റുകൾ ടാക്സ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ പോസ്റ്റൽ അസിസ്റ്റൻ്റൊക്കെയാണ്. അതിൻ്റെ അതേ ലെവലുള്ള പോസ്റ്റുകളാണ് CHSLലും ഈ കിടക്കുന്ന പോസ്റ്റുകൾ, ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. LDC പോലത്തെ പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ അത് level 2 ആണ്. ആദ്യം പോസ്റ്റൽ അസിസ്റ്റൻ്റ് ഒക്കെ ഈ CHSL ആയിരുന്നു, ഇപ്പോൾ അത് CGLലോട്ട് മാറ്റി. പക്ഷേ അതേ ലെവലുള്ള പോസ്റ്റുകളായിട്ടുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇപ്പോഴും ഇവിടെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ വേക്കൻസീസ് എന്ന് പറയുമ്പോൾ 3131. പണ്ടൊക്കെ CGLൻ്റെ അതേ വേക്കൻസി CHSL ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പോസ്റ്റൽ അസിസ്റ്റന്റ്, ഞാൻ പറഞ്ഞു പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എവിടെയായിരുന്നു, CHSL ആയിരുന്നു. ഇപ്പോൾ അത് CGLലോട്ട് മാറ്റിയതിന് ശേഷം ഈ ആവറേജ് ഒരു 3000 to 4000 വേക്കൻസിയാണ് എല്ലാ വർഷവും CHSL വരാനുള്ളത്. നോർമലാണ് കേട്ടോ, കുറവാണ്, കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രേ വരുന്നുള്ളൂ, കാരണം അത് ആ ഒരു പോസ്റ്റൽ അസിസ്റ്റന്റ് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും മെയിനായിട്ട് പറയാനുള്ളത്, സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ ഇവിടെ ഒന്നും അധികം പറയുന്നില്ല കേട്ടോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയില്ല. ഞാൻ പറഞ്ഞു CGL ഉള്ളതിന് ഏജ് ലിമിറ്റ്, ഇതിൻ്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് C പോസ്റ്റുകൾ, അത് CGL ആയാലും ശരി CHSL ആയാലും ശരി, ഇതിൽ ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് C പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് 18 to 27 ആണ്. 27 വയസ്സ് തികയാത്തവർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് ഡേറ്റ്. ഈ ജനുവരി, സാധാരണഗതിയിൽ ഓഗസ്റ്റ് ആണ് ഡേറ്റ് ഉണ്ടാവുക. 6 വർഷം നോക്കിയ നോട്ടിഫിക്കേഷനിൽ ജനുവരി 1, 2026 നീട്ടിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 27 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് എഴുതാൻ എലിജിബിൾ അല്ല. ഓക്കെ, CGLൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓഗസ്റ്റ് ആണ് കൊടുത്തുള്ളത്, പക്ഷേ ഇവിടെ ജനുവരിയാണ് കൊടുത്തുള്ളത് കേട്ടോ. നോക്കിയേ, ഇനി കൺഫ്യൂഷനുള്ള ആളുകൾ ഈ 2 ഡേറ്റ് നോക്കിയാൽ മതി. 999 ജനുവരി 2-ൻ്റെയും 2008 ജനുവരി 1-ൻ്റെയും ഉള്ളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല ഇതിൻ്റെ 2-ൻ്റെയും പുറത്തോ അല്ലെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏജ് റിലാക്സേഷൻ കിട്ടും. SC ST ഒക്കെ ആണെങ്കിൽ ഈ 5 വർഷം ഏജ് റിലാക്സേഷൻ, ഈ പറയുന്ന 99 എന്നുള്ളത് 94 ആക്കുക SC STക്ക്. OBC ആണെങ്കിൽ 3, 99 എന്നുള്ളത് 96 ആക്കുക കേട്ടോ. CGL പറഞ്ഞ അതേ കാര്യം തന്നെ. CGL നമുക്കറിയാം ഗ്രൂപ്പ് B പോസ്റ്റുകൾക്ക് 30 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട്, ഇവിടെ 27 വയസ്സ് വരെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കുക കേട്ടോ ഏജിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ മെയിനായിട്ട് വേറെ എന്താ പറയാനുള്ളത്, വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ്, സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്. നിങ്ങൾ ഓൾറെഡി CGLന് ഒരു OBC അല്ലെങ്കിൽ SC സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി CHSLന്. അല്ല ഓരോ പരീക്ഷയ്ക്കും നിങ്ങൾ വേറെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് SSCൻ്റെ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി പരീക്ഷയ്ക്ക് കേട്ടോ. ഓരോ പരീക്ഷയ്ക്ക് ഓരോന്ന് എടുക്കേണ്ട. ചില ആൾക്കാരുടെ കൺഫ്യൂഷനാണ്, ഓരോ പരീക്ഷയ്ക്ക് ഓരോന്ന് എടുത്ത് വെക്കണം, പരീക്ഷയുടെ സമയത്ത് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതുപോലെ കൊടുക്കേണ്ട, അവർ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അവർക്ക് അതിൻ്റെ കോപ്പി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി, എല്ലാത്തിനും ഇങ്ങനെ വേറെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ,
പിന്നെ എന്താ മെയിനായിട്ട് ഇതിൽ സെപ്പറേറ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്ക്രൈബിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് എല്ലാം അറിയാം, പേര് പോലെ തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ 10+2 ഹയർ സെക്കൻഡറി ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കേട്ടോ. അതായത് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിൽ. ഫോർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DO ഗ്രേഡ് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഈ ഒരു പോസ്റ്റിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് എന്ത് വേണം, +2 വേണം. പക്ഷേ എന്തായിരിക്കണം, +2 സ്റ്റാൻഡേർഡ് പാസ് ഇൻ സയൻസ് സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്ട്. അതായത് +2 സയൻസിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. അങ്ങനത്തെ ആൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റ് മാത്രം പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകൾക്കും എന്ത് മതി, 12th ഓർ ഈക്വാലന്റ് കേട്ടോ. അതായത് 12ാം ക്ലാസ് നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഈ മുകളിൽ കാണുന്ന ഒരു പോസ്റ്റിന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, സയൻസ് അതിൽ മാത്സ് പഠിച്ചിരിക്കണം കേട്ടോ, +2ൻ്റെ കൂടെ തന്നെ. ഓക്കെ, എന്താ പിന്നെ ഈ 1/1/2026 ഉള്ളിൽ നിങ്ങൾക്ക് +2 പാസ്സാവാൻ പറ്റുന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ പേപ്പർ കിട്ടാനുള്ള ആളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസൾട്ട് വരാത്ത ആൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2026 ജനുവരി 1 ഉള്ളിൽ റിസൾട്ട് വരുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എന്താ, പിന്നെ ഹൗ ടു അപ്ലൈ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണോ CGL അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ CHSL അപ്ലൈ ചെയ്യുന്നത്. ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒക്കെ പോയി കാണാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പറയാം, നിങ്ങൾ ഈ അക്ഷയയിലൊന്നും പോയിട്ട് ചെയ്യാതിരിക്കുക. അക്ഷയക്കാർ മോശമായതുകൊണ്ടല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ അവർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ആത്മാർത്ഥത അവർക്ക് ഉണ്ടാവില്ല, അപ്പോഴാണ് ഈ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ഉള്ളൂ. അതിന് നിങ്ങൾ പുറത്ത് ആരെക്കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ എല്ലാം പറയുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ തന്നെ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ എടുത്തിട്ട് നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് വലിയ കണ്ണാടിയും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ മുസ്ലിം പെൺകുട്ടികളൊക്കെയാണ് ചിലപ്പോൾ ഇങ്ങനെ ചെവിയിലൊക്കെ വെച്ചിട്ട് അത് ചെവി കാണിച്ചിട്ട് തന്നെ ഫോട്ടോ എടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ആധാർ വെച്ചിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ഫോട്ടോൻ്റെ അല്ലെങ്കിൽ സിഗ്നേച്ചറിൻ്റെ പേരിലൊന്നും എന്ത് ചെയ്യില്ല, നിങ്ങൾ കാൻഡിഡേറ്റ് ക്യാൻസൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപ, അതും ഇപ്പോൾ എല്ലാ പോലെ തന്നെ 100 രൂപയാണ്. അതിൽ തന്നെ നോക്കിയേ, വിമൻ കാൻഡിഡേറ്റ്സിനും SC ST കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെൻ PWD കാൻഡിഡേറ്റ്സിനും ഒന്നും ഫീസ് ഇല്ല. ബാക്കി ജനറൽ OBCയിൽ വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ എന്തുണ്ട്, 100 രൂപ ഫീസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താ എക്സാം പാറ്റേൺ എവിടെയായിരുന്നു, സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ നോക്കുക. സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞതാ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇതൊക്കെ ജനറൽ ആയിട്ട് എല്ലാത്തിലും പറയുന്ന കാര്യങ്ങളാണ്. സ്കീം ഓഫ് എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു, സ്കീം ഓഫ് എക്സാമിനേഷൻ CGLൻ്റെ അതേ സ്കീമിനാണ് Tier 1 അല്ല CGLൻ്റെ അതേ സ്കീമിനാണ് CHSL. ഞാൻ പറഞ്ഞ വിശ്വാസമില്ലാത്ത ആളുകൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. നോക്കിയേ, Tier 1 Tier 2. ഓക്കെ, ഇനി അവിടെയും വിശ്വാസം ഇല്ലെങ്കിൽ താഴോട്ട് നോക്കുക. ഇതാണ് Tier 1. ഓക്കെ, CGLൻ്റെ സെയിം പാറ്റേൺ, ഒരു വ്യത്യാസവും ഇല്ല. ഇംഗ്ലീഷ്, ഇൻ്റലിജൻസ്, അതായത് റീസണിങ്, QA, ജനറൽ അവയർനെസ്. ഓക്കെ, 25 ക്വസ്റ്റ്യൻ, 50 മാർക്ക്, 1 മണിക്കൂർ സമയം വ്യത്യാസമില്ല, എല്ലാം സെയിം ആണ്. ആകെയുള്ള ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ആകെയുള്ള ഒരു വ്യത്യാസം, ഒരേ ഒരു വ്യത്യാസം CGLും CHSLും തമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഇതാണ്. നോക്കിയേ, CGLന് നിങ്ങൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എനി ലാംഗ്വേജ് ഓപ്റ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ആസ് ഗിവൺ ഇൻ അനക്ഷർ 16 കേട്ടോ. അതിൻ്റെ ഒന്നുമില്ല, നിങ്ങൾക്ക് മലയാളത്തിലും ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. അതായത് CHSL MTS പോലത്തെ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എന്തുണ്ടാവും, പരീക്ഷ പേപ്പർ ഉണ്ടാവും. CGLന് ഹിന്ദി ഇംഗ്ലീഷും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ്. ശരിക്കും 2 മാർക്ക്, തെറ്റിയാൽ 1/2 മാർക്ക് കേട്ടോ. അവിടെ നിന്നൊരു വ്യത്യാസമില്ല. ഇതാണ് സ്കീം Tier 2. Tier 2ൻ്റെ പരീക്ഷയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കിയേ, അതിൽ സെക്ഷൻ 1 സെയിം ആണ്. ഇത് CGLൻ്റെ അതേ സെക്ഷൻ തന്നെയാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയേ, CGLന് ഇവിടെ ഇംഗ്ലീഷ് 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇവിടെ 40 ഉള്ളൂ. CGLന് GK 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇവിടെ 20 ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഇതിൻ്റെ എക്സാം പാറ്റേണിൽ വരുന്നുള്ളൂ. ബാക്കി എല്ലാം സിമിലർ ടു CGL ആണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ CGLന് പഠിക്കാൻ, അല്ലെങ്കിൽ CGLന് ഉദ്യോഗാർത്ഥി എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, CHSLനും പഠിക്കണം. അല്ലാതെ CGLൻ്റെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണെന്ന് പറഞ്ഞിരിക്കരുത്. ഇതിനും അത്യാവശ്യം നല്ല രീതിയിലാണ് നിങ്ങൾ പഠിക്കണം കേട്ടോ. നോക്കി, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മെയിൻ വ്യത്യാസമാണ്, ഇവിടുത്തെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. നോക്കിയാൽ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡാറ്റ എൻട്രി ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. പക്ഷേ ഇവിടുത്തെ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സീനാണ്. സീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ CGLന് പോകുന്ന പോലെ എപ്പോഴെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു പേരിലോട്ട് ടൈപ്പ് ചെയ്ത് പാസ്സാൻ വരുന്ന ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് അല്ല CHSLനില്ല. കാരണം CGL നമുക്കറിയാം 27 വേർഡ്സ് പെർ മിനിറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. പക്ഷേ CHSLന് മിനിമം 35 വേർഡ്സ് പെർ മിനിറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അത് ചില പോസ്റ്റിന് 50 വേർഡ്സ് പെർ മിനിറ്റ് വരെ വേണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോലത്തെ ചില പോസ്റ്റുകൾ കേട്ടോ. പക്ഷേ മിനിമം എന്ത് വേണം, 35 വേർഡ്സ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണം. CGLനാകുമ്പോൾ നിങ്ങൾ ഈ Tier 1 കഴിഞ്ഞിട്ട് വെറുതെ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്സാകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വ്യത്യാസമൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഓക്കെ, സെക്ഷൻ 1 സെക്ഷൻ 2 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേതാ, എല്ലാ സെക്ഷനും പാസ്സാവണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ ഇതിലെന്താണ്, സ്കിൽ ടെസ്റ്റിനെ പറ്റിയാൽ പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. 35 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ചില പോസ്റ്റുകൾക്ക് 15 വേണം. പിന്നെ സിലബസ് ഒന്നുമില്ല, നേരെ CGLൻ്റെ കോപ്പി പേസ്റ്റ് സിലബസ് ആണ്. ഓക്കെ,
സിലബസ് CGL-ന്റെ കോപ്പി പേസ്റ്റ് ആണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ വായിച്ചു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. സെയിം CGL എന്താണുള്ളത് അത് തന്നെയാണ്, കോപ്പി പേസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലത് വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. മെയിനായിട്ടുള്ള വ്യത്യാസം ഒന്ന് Tier 2-ന്റെ വ്യത്യാസമാണ്. പിന്നെന്താണ്, പിന്നെ ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ് നോക്കി, ഒക്കെ CGL-ന്റെ അതേ കോപ്പി പേസ്റ്റ് കൊടുത്തിട്ടുള്ള കേട്ടോ. സർട്ടിഫിക്കറ്റിനെ പറ്റിയൊക്കെ പറയുന്നത്. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. കൂടുതലൊക്കെ CGL-ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെയിനായിട്ട് ആ ഡേറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി ആ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ, അതിപ്പോൾ 23, അടുത്ത മാസം 23, ഡേറ്റ് 18 തോന്നുന്നു, 18, 23 എന്താണെങ്കിലും ആ ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തു നിൽക്കാതിരിക്കുക. ഇന്ന് തന്നെ ചെയ്യാതിരിക്കുകയും ചെയ്യുക. കാരണം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ പോയിട്ട് ആവേശത്തിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യേണ്ട. ഒരു 1 വീക്കൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പതുക്കെ ഒരാഴ്ച കൊണ്ട് അവരത് റെക്ടിഫൈ ചെയ്യും. അതിനുശേഷം പതുക്കെ ഒരു 1 വീക്കിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം പോയിട്ട് ചാടി കയറി ചെയ്യേണ്ട, അവസാനത്തേക്ക് നിൽക്കേണ്ട, പെട്ടെന്ന് ചെയ്യുക കേട്ടോ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കൂടുതലൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ തന്നെയുള്ളൂ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ഞാൻ വീണ്ടും പറയുന്നു. CGL-ന് പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾ CHSL-നും പഠിക്കണം. MTS പോലത്തെ ബാക്കി പരീക്ഷകൾ വേറെയാണ്. പക്ഷേ CGL, CHSL, പിന്നെ CPO എക്സാം പാറ്റേൺ വ്യത്യാസം ഉണ്ടെങ്കിലും സിലബസ് എന്താണ്, ഈ മൂന്നിൻ്റെയും സെയിം ആണ്. CGL, CHSL, CPO ഈ 3 പരീക്ഷേൻ്റെയും സിലബസ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഈ മൂന്നിനും ഒരേപോലെ തന്നെ പഠിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നിനും വേറെ കോച്ചിങ്ങിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനി ഫുൾ കോഴ്സ് വേണമെന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്രാഷ് കോഴ്സ് അല്ല, നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ഒന്ന് പഠിച്ച് ഫുൾ കോഴ്സ് പഠിക്കണം. CGL ആയിക്കോട്ടെ, CSL ആയിക്കോട്ടെ വേണമെന്നുള്ളവർക്ക് നമ്മുടെ ഫുൾ കോഴ്സ് ആയാലും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. വെറും 3499 രൂപയോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോഴ്സും പർച്ചേസ് ചെയ്യാൻ 1 ഇയർ വാലിഡിറ്റി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും ഒന്നും വെറുപ്പിക്കുന്നില്ല. നന്നായിട്ട് ഏകദേശം വേണ്ട ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. അതിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് വൃത്തിക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.